ഉത്തരാഖണ്ഡിനു പിന്നാലെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ അസം സർക്കാരും ആദ്യപടിയായി മുസ്ലിം വിവാഹ നിയമം റദ്ദാക്കി. വളരെ ചടുലമായ നീക്കമാണ് അസാമിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഈ മുസ്ലിം വിവാഹ നിയമം റദ്ദാക്കുന്നതിലൂടെ കൊടുക്കുന്ന സന്ദേശം അത് പറയുന്നത് ശൈശവവിവാഹം നിരോധിക്കാനാണ് എന്ന് പറയുന്നുവെങ്കിലും ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായുള്ള നീക്കമെന്ന് നമുക്കതിനെ വ്യാഖ്യാനിക്കാം. ഇപ്പോൾ ഇതാ അസാമും എത്തുന്നു. നേരത്തെ ഉണ്ടായിരുന്ന സന്ദേഹങ്ങളെല്ലാം മാറ്റുന്നു. കൃത്യമായ സൂചനയാണ് നൽകുന്നത്. ഏകീകൃത സിവിൽ കോഡിൽ ഉറച്ചു തന്നെയാണ് പാർട്ടി. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അസം അടക്കം മറ്റു ചില സംസ്ഥാനങ്ങളിലും ഏകീകൃത സിവിൽ കോഡ് വരുമെന്ന സൂചന കൂടിയാണ്. അപ്പോൾ ശൈശവ നിയമം നിരോധിക്കാൻ എന്ന പേരിൽ യഥാർത്ഥത്തിൽ സിവിൽ കോഡ് വരുന്നു എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോബിൾ? അരുൺ, ഉത്തരാഖണ്ഡിന് പിന്നാലെ അസാമും ഏകീകൃത സിവിൽ കോഡിലേക്ക് പോകുന്നു എന്ന സൂചനകൾ തന്നെയാണ് മന്ത്രിസഭാ യോഗം നൽകുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് മുസ്ലിം വിവാഹ രജിസ്ട്രേഷൻ ആക്ട് 1935 ഇപ്പോൾ റദ്ദാക്കിയുള്ള തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ എടുത്തിരിക്കുന്നത്. ശൈശവവിവാഹം ഉൾപ്പെടെ ഇല്ലാതാക്കുക എന്നത് ലക്ഷ്യം പറയുമ്പോഴും തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഏകീകൃത സിവിൽ കോഡിലേക്ക് പോവുക എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അസം സർക്കാർ ലക്ഷ്യം വെക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ തന്നെ ഉത്തരാഖണ്ഡിൽ ഇത് പാസ്സാക്കിയതിന് പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് നിയമനിർമ്മാണത്തിലേക്ക് കടക്കും എന്ന് അസമും വ്യക്തമാക്കിയിരുന്നു. അതിനുള്ള ആദ്യ ചവിട്ടുപടി തന്നെയാണ് ഇപ്പോൾ ഈ മുസ്ലിം വിഭാഗ രജിസ്ട്രേഷൻ ആക്ട് റദ്ദാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമായിരിക്കും അസമിൽ വിവാഹങ്ങൾ എല്ലാം നടക്കുക. വിവാഹങ്ങളും അതോടൊപ്പം തന്നെ വിവാഹ മോചനങ്ങളും ഉൾപ്പെടെ അതിലായിരിക്കും നടക്കുക എന്നാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മുസ്ലിം വിവാഹ ആക്ട് പ്രകാരം രജിസ്ട്രേഷന് വേണ്ടി 94 രജിസ്ട്രാർമാർ ഉണ്ട്. അവർക്ക് 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് അവരെ പിരിച്ചുവിടാനുള്ള തീരുമാനത്തിലേക്കും എന്താണെങ്കിലും ഇപ്പോൾ മന്ത്രിസഭാ യോഗം എത്തിയിരിക്കുന്നു. അത്തരത്തിൽ അതിവേഗം യൂണിഫോം സിവിൽ കോഡ് എന്ന പ്രക്രിയയിലേക്ക് അസം കൂടി കടക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്. ഇത്തരത്തിലൊരു നീക്കം അസം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് എന്നും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നേരത്തെ തന്നെ ഹിമന്ത ബിശ്വ ശർമ്മ അടക്കം ഇതിലേക്കുള്ള സൂചനകൾ നൽകുകയും ചെയ്തു. ഉത്തരാഖണ്ഡിന്റെ ഒരു മാതൃകയിൽ തന്നെയായിരിക്കും ഏകീകൃത സിവിൽ കോഡ് അസാമിൽ നടപ്പാക്കുക എന്തായിരുന്നു പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഗോത്രവർഗ്ഗങ്ങൾ കൂടുതൽ ഉള്ള സംസ്ഥാനം ആയതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങളും ഉണ്ടാകും എന്നും അന്ന് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. എന്താണെങ്കിലും നിലവിൽ മുസ്ലിം മാരേജ് ആക്ട് എടുത്തു കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആദ്യ പടി ഇതിൽ അസം സർക്കാർ കുറിച്ചിരിക്കുന്നത്. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട നിർണായക മന്ത്രിസഭാ യോഗം സംസ്ഥാനത്ത് ചേരുകയും ഇതിൽ തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുന്നത്. ബ്രിട്ടീഷ് കാലഘട്ടം മുതലുള്ള നിയമങ്ങൾ അടക്കം പൊളിച്ചെടുക്കാണ് എന്നുകൂടി ഇതിൽ വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തീർച്ചയായും ഏക സിവിൽ കോഡ് നടപ്പാക്കുക എന്ന് തന്നെയാണ്. അരുൺ.